യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ കാലഘട്ടത്തെ കാണിക്കുന്നു. വാസാണ് അവിടെ എല്ലാം ചേർക്കുന്നത്. എന്നാൽ 3-ാമത്തെ വാക്യം വിളിച്ചു കഴിയുക, അവിടെ തുടങ്ങി അവനെന്നാണ് വിളിക്കുന്നത്. അവൻ മുഖാന്തരം സകലതും ഉളവായി. ആര് മുഖാന്തരമാണ് ഉളവായി? ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം മുഖാന്തരം സകലതും ഉളവായെങ്കിൽ ഈ കേൾവി നിനക്ക് കൊണ്ട് ചിലത് സൃഷ്ടിക്കാൻ, ഈ കേൾവി നിന്റെ വീട്ടിൽ ചിലതിനെ ഉണ്ടാക്കാൻ, ഈ കേൾവി നിനക്ക് വേണ്ടി ചിലതിനെ തുറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സഭാധനമനഘടക വചനം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. എന്നിട്ട് 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേൾക്കണം ഈ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 4-5 വാക്യങ്ങൾ. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ മേളിൽ ഈ ജീവൻ അധികമായി വർദ്ധിക്കാൻ പോവുകയാണ്. ആ ജീവൻ മനുഷ്യരെ എന്തുവായിരുന്നു അവിടെ കൊടുത്തേക്കുന്നത്? വെളിച്ചമായിരുന്നു. ഇങ്ങനെയാ തുടങ്ങുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അടുത്ത വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുന്നില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനിൽ എന്നെഴുതുമ്പോൾ ഈ വചനത്തിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ 9-ാമത്തെ വാക്യം വന്നു അത് വിളിച്ചു പറയുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്ന് വിശ്വസിക്കാമോ? ഇതിനകത്തിരിക്കുന്ന ചിലവരെ മാറ്റി നിർത്താനല്ല തമ്പുരാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വെളിയിൽ ഒരു വെളിച്ചം വരുന്നുണ്ടെന്ന്. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഇനി എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തത്, നിങ്ങളുടെ മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. അടുത്തത് തലമുറ എവിടെ പഠിപ്പിക്കണം, അടുത്ത ആ കടബാധ്യത എങ്ങനെ മാറും, ഇനി ആ രോഗസൗഖ്യം നടക്കുമോ, ഇങ്ങനെ ഒത്തിരി വ്യക്തതയില്ലാത്ത അനുഭവങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അടുത്തത് ആ കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള ചുവടുവെപ്പ് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ വചനം വിളിച്ചു പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവിനോട് പറഞ്ഞു, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറഞ്ഞു പോകുക, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനം നിങ്ങളുടെ പാതകളെ തുറക്കാൻ പോകുകയാണ്. ഈ വചനം നിനക്ക് വേണ്ടി പുതിയതൊന്ന് വെളിപ്പെടുത്താൻ പോകുകയാണ്. ഈ വചന കേൾവി നിന്റെ വഴിയെ തുറക്കാൻ പോകുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിനെ കുറിച്ച് ഒരല്പഭാഗം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ശാസ്താംകോട്ട ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു. അവിടെ നിന്ന് ഞാൻ തിരിച്ചു കയറി സിംഗപ്പൂരിൽ ചെന്നപ്പോൾ ഒരു സഹോദരി, ആ സഹോദരിയെ 3 പേര് കൂടി എടുത്തുകൊണ്ട് വന്നതാണ് സഹോദരി പറഞ്ഞത്. ഞാൻ വെളിച്ചം എന്നുള്ളൊരു ഭാഗം മാത്രം അവിടെ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, എനിക്കൊരു കാര്യം അന്ന് ഉറപ്പ് വന്നു. എത്ര പേർ ആ നാമത്തെ ഒന്ന് വിളിക്കാൻ തയ്യാറാകും? നാമത്തെ വിളിക്കാൻ പറ്റുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം യേശുവാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. അത് മനുഷ്യരെ വെളിച്ചമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ നാമത്തെ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നാമം ഈ ഹോളിൽ വെളിച്ചമായി വ്യാപരിച്ചു തുടങ്ങുകയാണ്. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ നാമത്തെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. Call upon his name, Jesus. ആ നാമത്തിന് നിങ്ങളുടെ മേളിൽ വെളിച്ചത്തെ കൊണ്ടുവരാൻ കഴിയും. ഇരുട്ടിന്റെ പരാജയത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് ഇതിനകത്ത് തീരുമെന്ന് വിശ്വസിക്കുന്നവർ. യോഹന്നാൻ ഇങ്ങനെയാ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി അവരുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവനിൽ പിതാവിൻ്റെ മഹത്വം, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മഹത്വമായി കണ്ടു. ഒന്ന് ആ വാക്യം എടുത്തു വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 1-ന്റെ 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു.
കൃപയും സത്യവും നിറഞ്ഞവ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രൻ്റെ ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാകണം, വചനം വെളിപ്പെടുമ്പോൾ പുത്രൻ വെളിപ്പെടുകയാണ്. വചനം വെളിപ്പെടുമ്പോൾ പുത്രൻ വെളിപ്പെടുകയാണ്. വചനം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം, വചനം പുത്രനായി വെളിപ്പെടുമെങ്കിൽ നിങ്ങൾ ഇനി രോഗിയായി അത് വിളിക്കപ്പെടത്തില്ല. ഇതിനകത്ത് വെളിച്ചം കയറിയെങ്കിൽ ഇനി ആ ഇരുട്ടിൻ്റെ ശക്തിക്ക് ഇതിനകത്ത് അധികാരമില്ലാതായി മാറുകയാണ്. ചിലവർ വിടുതലിലേക്ക് വരികയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വചനം പുത്രനാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ എത്ര പേർ ഉറപ്പിക്കും തയ്യാറാകും? യോഹന്നാൻ ഇത് ലേഖനത്തിൽ വീണ്ടും ഉറപ്പിച്ചു. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. യോഹന്നാൻ അപ്പച്ചൻ നമ്മോട് പറയുകയാണ്, ഞങ്ങൾ കേട്ടത്, ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിച്ചു. പിതാവിനോട് കൂടെ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ നിത്യജീവന്റെ വചനം ഇതിനകത്ത് വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് കാണക്കത്ത രീതിയിൽ അത് വെളിച്ചമായി ഇതിനകത്ത് ഇറങ്ങും. ജീവന്റെ വചനം ഇതിനകത്ത് വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. എങ്കിൽ ഈ വചന കേൾവി നീ വന്നതുപോലെ ആയിരിക്കത്തില്ല. ഓരോ മിനിറ്റിലും വചനം നിന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം നിന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായ ഒരു സത്യം യേശാവ് വിളിച്ചു പറയുക, 55:11, പിതാവിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങുകയുള്ളൂ. എങ്കിൽ ഇന്ന് ഈ ഹോളിൽ എന്തെങ്കിലും ഒരു വചനം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലത് തികച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയരെ, ആഴത്തിലൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ വെളിച്ചമായിരുന്നു വചനമെന്ന് നിങ്ങൾ യോഹന്നാനിൽ കണ്ടു. ഉൽപ്പത്തി പുസ്തകം, ഇത് ഈ ഭാഗം കൂടെ എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരുമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണാതെ അറിയാവുന്നവർ പറഞ്ഞാട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾ സത്യം തിരിച്ചറിയണം, പിശാചിനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ദൈവം ആണ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചത്. എങ്കിൽ കരമൊന്ന് ഉയർത്തി പറയാമോ, എൻ്റെ സൃഷ്ടിതാവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, എൻ്റെ സൃഷ്ടിതാവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഉടബാ സധന മനഘടക ശബ്ദരാജനാധിക. ജീവൻ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും. 2-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. ഇവിടെ 3 കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്താ? ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുളായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പാഴായ അനുഭവങ്ങൾ തലമുറയുടെ മേലുണ്ടോ? നിങ്ങളുടെ വർഷങ്ങൾ പാഴായി തോന്നിയ അനുഭവങ്ങളുണ്ടോ? നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം പാഴായത് തോന്നുന്ന അനുഭവങ്ങളുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ സാമ്പത്തികമെല്ലാം ശൂന്യമായി പോയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു മാർഗമില്ല, ഇരുള് പോലെയാണ് തോന്നുന്നത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ അടുത്ത വാക്യം എഴുതുന്നു, വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതേ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ പരിവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ചലിപ്പിച്ച്, പാഴായ അനുഭവങ്ങൾ, ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങൾ, ഇരുളുപോലെ നിൽക്കുന്ന ജീവിതങ്ങൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ സാന്നിധ്യത്തിൽ വെളിച്ചം ചിലവരെ വഴിയിൽ വന്നു വീഴാൻ പോകുകയാണ്.
വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ, അടഞ്ഞ വഴികളെ തുറക്കുന്നവൻ ഇതിനകത്ത് വ്യാപരിക്കുന്നു. വചനം അറിയാവുന്നതിനറിയാം, ത്രിത്വം എവിടെങ്കിലും വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം എവിടെങ്കിലും വെളിപ്പെട്ടാൽ അവിടെ പിതാവിന് ചുമ്മാതെ ഇരിക്കാൻ കഴിയത്തില്ല. അവിടെ ആ അത്ഭുതങ്ങൾ നടക്കുന്നത്, അവിടെ ആ വിടുതലുകൾ സംഭവിക്കുന്നത്. ഓ ഹല്ലേലൂയ! വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനകത്ത് പരിവർത്തിക്കുന്നുണ്ട്? നിങ്ങൾ നോക്കിയേ, പരിശുദ്ധാത്മാവ് എവിടെയാ പരിവർത്തിച്ചത്? പാഴായ, ശൂന്യമാക്കപ്പെട്ട, ഇരുളായ അനുഭവത്തിൽ നിന്നൊരു പരിവർത്തനം നടക്കുകയാണ്. അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ വന്നത് ഏത് അവസ്ഥയിലാണോ അതിൻ്റെ മുകളിൽ ആ ദൈവസാന്നിധ്യം പരിവർത്തിക്കുന്നത്. നിങ്ങൾ വന്നത് ഏത് മേഖലയിലാണോ അതിൻ്റെ മുകളിൽ ആ ദൈവസാന്നിധ്യം പരിവർത്തിക്കുന്നത്. നിങ്ങൾ കണ്ണടയ്ക്കാമെങ്കിൽ ഇതിനകത്ത് വെളിച്ചത്തിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങി കഴിഞ്ഞു. ഓ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ നിങ്ങളുടെ വാഗുണ്ട്, ഇനി ഞാൻ രോഗിയല്ല, ഇനി ഞാൻ കടബാധിതയല്ല, ഇനി എന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. കാരണം വെളിച്ചം എൻ്റെ മേളിൽ വീശാൻ തുടങ്ങി. ഈ ഒന്നാമത്തെ വാക്യം നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതോടെ 3-ാമത്തെ വാക്യം എഴുതിയ പിതാവ് അതരം തുറന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇന്നും നിന്നെ നോക്കി പിതാവ് കൽപ്പിക്കും ചിലത്. ഇന്നും നിന്നെ നോക്കി പിതാവ് ചിലത് കൽപ്പിക്കും. നിന്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങളൊന്ന് ചലിപ്പിച്ച് ഈ 1-ാം അധ്യായം ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്കറിയാം, പരിശുദ്ധാത്മാവ് ആ 2-ാം വാക്യം തുടങ്ങി കണ്ടിന്യൂ ആയി പരിവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ വീണ്ടും പരിവർത്തിക്കുക. എന്തിനെന്നറിയാമോ? പിതാവിൻ്റെ വാഗ്ദത്തത്തെ തിരിച്ചു പിടിക്കുവാൻ, പിതാവിൻ്റെ വാക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ. ഓ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 1-ാം അധ്യായം എല്ലാം വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി എടുത്തു നോക്കുക. 3-ാമത്തെ വാക്യത്തിൽ ആദ്യമായി പിതാവ് അതരം തുറന്ന് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ 31 വാക്യങ്ങൾക്കിടയിൽ 11 പ്രാവശ്യം പിതാവ് കൽപ്പിച്ചു. 11 പ്രാവശ്യം പിതാവ് കൽപ്പിച്ചു. പിതാവ് കൽപ്പിച്ചതെല്ലാം അതേപോലെ ഉളവാകുന്നതായി പിതാവ് കണ്ടു. 1-ാം ദിവസമായി, 2-ാം ദിവസമായി, 3-ാം ദിവസമായി സകലതും അതേപോലെ നിവർത്തി വരുന്നത് കണ്ടു. ഇന്നും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, പിതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അത് നിവർത്തീകരണത്തിലേക്ക് വരും. ഇന്ന് നിന്റെ കുടുംബം വിടുതലിലേക്ക് വരിക. പിതാവ് കൽപ്പിച്ചു കൽപ്പിച്ചു എന്ന് പറഞ്ഞ് 24 വാക്യം വരെയും വന്നു. 26-ാമത്തെ വാക്യം എൻ്റെ കൂടെ ആരെങ്കിലും കാണാതറിയാവുന്നവർ പറഞ്ഞാട്ടെ. പിതാവ് പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ആരെങ്കിലും വായിക്കാൻ പറ്റുന്നവർ വായിച്ചേ. 27-ാമത്തെ വാക്യം തുടങ്ങി. ഈ വാക്കുകൾ നിർത്തി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിതാവ് മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേളിലും, അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, സകലത്തിൻ്റെ മുകളിലും അവർ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഒന്ന് പറയാമോ? അവർ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആദിമ മനുഷ്യന്റെ വിളി എന്ന് പറയുന്നത് സകല ഭൂമിയുടെ മേളിലും വാഴുവാനുള്ളതാണ്. ഓ ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്നൊന്നുമല്ല പറഞ്ഞത്, അവൻ കൽപ്പിച്ചു. അവൻ കൽപ്പിച്ചു. ആ വാക്ക് ഇന്നും ഇതിനകത്ത് ഫോമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ! വാഴട്ടെ എന്ന് കൽപ്പിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ വാഴുന്ന അതിൻ്റെ 28-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി
പെരുകി ഭൂമിയിൽ അതിനെ അടക്കി. സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ മേളിലും ആകാശത്തിലെ പറവജാതിയുടെ മേളിലും സകല ഭൂജലത്തിൻ്റെ മേളിലും. ഒന്ന് വിശ്വസിക്കാമോ? വീണ്ടും റിപ്പീറ്റേഷൻ വരിക. സകല ഭൂമിയുടെ മേളിലും വാഴുവാൻ ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? ഈ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം യേശാവ് വിളിച്ച് പറയുക, അതിൻ്റെ കാര്യം തികയ്ക്കാതെ ഈ വചനം തിരിച്ചു പോകത്തില്ല. സങ്കീർത്തനം 119:89 വാക്യം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, തലമുറ തലമുറയായി കൈമാറി വരുന്ന വചനം. ഓ ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? ഈ വചനം ഇതിനകത്ത് ഇന്ന് വെളിപ്പെടണമെങ്കിൽ പിതാവ് ഇതിനകത്ത് അയക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ ഇതിനകത്ത് പ്രസംഗിക്കുന്നത്. ഈ വചനം അയക്കപ്പെട്ട വചനമാണ്. വാഴുവാൻ കൽപ്പിച്ചു. എന്നാൽ വാക്കാരാ കൽപ്പിച്ചെന്നറിയാമോ? പിതാവാണ്, സിറ്റിതാവാണ് കൽപ്പിച്ചത്. തമ്പുരാനാ പറഞ്ഞേ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ വായിക്കുന്നേ. പിശാച് അവരോട് ചോദിച്ചു, ഹവ്വായോട് പിശാച് ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തിന്നരുത്, തൊടുകയും അരുത് എന്ന് പിശാചിനെ അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇന്നും നിന്നെ നോക്കിയിട്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പുത്രനെ തന്നത് ഈ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 3-ാം അധ്യായത്തിൽ പാപത്തിന്റെ വീഴ്ചയിൽ ഹവ്വ വീണു. എന്നാൽ പറഞ്ഞ വചനം വെറുതെ പോകത്തില്ല, പറഞ്ഞ വാഗ്ദത്തം വെറുതെ പോകത്തില്ല. ഈ കാലഘട്ടത്തിൽ അവൻ പുത്രനെ അയച്ച് വിശ്വസിക്കുന്നവർക്കൊരു വാഴ്ച കൊടുക്കുവാൻ, ഇന്ന് നീ രോഗത്തിൽ ജയാളിയാന്ന് പറയുവാൻ, ഇന്ന് നീ ശാപത്തിൽ ജയാളിയാന്ന് പറയുവാൻ, ഇനി നീ കടബാധ്യതയിൽ ജയാളിയാന്ന് പറയുവാൻ ഒരു നിവർത്തീകരണം ചിലവരുടെ മേളിൽ ഇപ്പോൾ വീഴും. പുതിയ നിയമത്തിൽ പുത്രനെ നൽകിക്കൊണ്ട് ഒരു കാര്യം ദൈവം ചെയ്തു. വിശ്വസിക്കുന്നവർ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടോ? നീ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട ഈ ഹോളിൽ ഇരിക്കുന്നെങ്കിൽ, ആ നാമത്തിൽ വിശ്വസിച്ചാണ്ട് ഈ ഹോളിൽ ഇരിക്കുന്നെങ്കിൽ, നിന്നെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, പുത്ര എന്ന്. അവകാശി എന്നൊരു വിളി, നിന്നെ വിളിക്കുന്ന വിളിയാണ് ഈ പകല്. അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പുത്രൻ ഇറങ്ങി വന്നത് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗലാത്യലേഖനം 4:4 പറഞ്ഞു, കാലസമ്പൂർണ്ണയിൽ സ്ത്രീയിൽ നിന്ന് ഹല്ലേലൂയ പുത്രൻ ജനിച്ചു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ സമയത്താണ് ഈ ഹോളിൽ കയറിയിരിക്കുന്നത്. ഇന്ന് ഈ ഹോളിൽ നിന്റെ വഴി നടക്കാൻ പോകുകയാണ്. അവരാരും അനുഭവിക്കാത്ത ഒരു വിടുതൽ ഇന്ന് ഈ ഹോളിൽ വിശ്വസിക്കുന്നവർ മാത്രം. എന്താ നിന്റെ അയലത്തുകാരൻ ഇതിനകത്ത് വരാതെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവന്റെ മേളിലായി കൈമാറ്റം നടക്കുന്നത്, നിയോഗം വെളിപ്പെടുന്നത്. പുത്രനെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സ്തുതിക്കണം. നിങ്ങൾക്കറിയാമോ? വചനം മാറാത്തത് കൊണ്ട് വചനം നിയോഗത്തിൽ വെളിപ്പെട്ടു. ലൂക്കോസ് 1:34-35 വാക്യങ്ങളാണ്. മറിയ ദൂതനോട് വചനം, ഉൽപ്പത്തിയിൽ നിന്ന് പുറപ്പെട്ട വചനം. അതാ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, 4 സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ ഒരു കന്യകയെ തിരഞ്ഞെടുക്കുകയാണ് വചനം. ഓ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ. ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിലാണ് ഈ ഹോളിൽ വന്നിരിക്കുന്നത്. മറിയയ്ക്ക് ഇത് അറിഞ്ഞുകൂടാ. മറിയ ചോദിക്കുക, ഞാനൊരു പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ 35-ാമത്തെ വാക്യത്തിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വരുമോ? നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിൽ പാഴായ, ശൂന്യമായ, ഇരുളായ അനുഭവത്തിൽ നിന്നൊരു സൃഷ്ടിപ്പ് നടന്നത് അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. ഇന്നും എന്നെ കേൾക്കുന്നവരെ, അസാധ്യതകൾ സാധ്യമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന എവിടെങ്കിലും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന എവിടെങ്കിലും നീ വാ തുറന്നാൽ, നീ കർത്താവിനോട്
അടിയനിതാ എന്ന് പറഞ്ഞാൽ ചിലത് നിവർത്തീകരണത്തിലേക്ക് വരും. വൈദ്യശാസ്ത്രത്തിന് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, വൈദ്യശാസ്ത്രത്തിന് ഇത് അളക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൂതൻ പറയുക, ഒരു സെറ്റപ്പ് നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു അസാധ്യത സാധ്യമാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത് സംഭവിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരണം. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരണം. ഒന്നെനിക്ക് ഗ്യാരണ്ടി പറയാം, നീ വന്നതുപോലെ തിരിച്ചു മടങ്ങാത്തത് ഉറപ്പുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവിക പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേളിൽ വന്നാൽ ഇന്ന് ചില സിദ്ധിപ്പുകൾ നിന്റെ മേളിൽ വ്യാപരിക്കും. മറിയോട് ദൂതൻ പറയുന്ന ഒന്നാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേളിൽ മെഴലിടും. ഞാൻ ഈ ഉൽപ്പത്തിയും ഈ വാക്യവും ഒരുമിച്ചൊന്ന് ചേർക്കാൻ പോകുക. എവിടെയാണോ തൻ്റെ ജനത്തെ വീഴ്ത്തിയത്, അതേ വാക്തത്വം, അതേ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്തത്വം ഇതാ ഉൽപ്പത്തി മുതൽ സഞ്ചരിച്ച് ഇതാ കന്യകയായ വിശുദ്ധയായ ഒരു മറിയത്തെ തിരഞ്ഞെടുക്കുകയാണ്. പുത്രന്റെ വരവിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് റെഡി, നീ തിരഞ്ഞെടുപ്പിന് വേണ്ടി. ഈ പഴയ നിയമത്തിൽ ഇത്രയും റൂട്ടുകൾ നോക്കിയപ്പം കർത്താവിന് വെച്ചാൽ ഇനി ഒരു ദിവസം അത് പ്രസംഗിക്കും. ഈ വംശാവലിയിൽ നിങ്ങൾ നോക്കിയാൽ 5 സ്ത്രീകളെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഇത്രയും വലിയ നീണ്ട പുസ്തകങ്ങൾ കിടക്കുന്നിടത്ത് 5 സ്ത്രീകളെ കാണാം. അതിനകത്ത് വിശുദ്ധ എന്ന് പറയാൻ ഹല്ലേലൂയ യേശുവിൻ്റെ അമ്മയായ മറിയം മാത്രമേ ഉള്ളൂ. ബാക്കി ഹല്ലേലൂയ റൂത്തിനെ അതിൻ്റെ നടുവിൽ കൊണ്ടുവന്നു. 2 ഹല്ലേലൂയ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾ അതിനകത്തുണ്ട്. പക്ഷേ നിയോഗത്തിൽ നീ വിളിക്കപ്പെട്ടതിനകത്ത് കയറിയാൽ, ഏത് പ്രശ്നത്തിലാണോ, ഏത് പ്രതികൂലത്തിലാണോ നീ ഇതിനകത്ത് വന്നെങ്കിലും, ഇന്ന് നിന്റെ മുന്നിൽ ഒരു നിയോഗമുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ ഈ അടൂരൻ്റെ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ശമരിയ പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി 5 ഭർത്താക്കന്മാരുള്ള ഒരുവളെയാണ് ദൈവം വിളിച്ചത്. മനുഷ്യൻ പുറമേ ഉള്ള കണ്ണുകളിൽ നോക്കുമ്പോൾ ദൈവമോ നിന്റെ ഹൃദയങ്ങളെ കാണുന്നു. ഇന്ന് ആരെങ്കിലും അധികമായി ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോ നിന്റെ സാന്നിധ്യം എൻ്റെ വെളിയിൽ വീഴണമെന്ന്, നിന്റെ ഒരു പകർച്ച എൻ്റെ വെളിയിൽ നടക്കണമെന്ന്, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാ അതേ നിയോഗം ഈ ഹോളിനകത്ത് വ്യാപരിക്കുക. ഇതിനകത്ത് ഇന്ന് കൈയടിക്കുന്ന, ഇന്ന് കൈപൊക്കുന്ന, ഇന്ന് ദൈവവചനത്തിൽ സമർപ്പിക്കുന്ന ചിലവരോട് ഞാൻ വിളിച്ചു പറയാം, ഇന്ന് നീ കൈപൊക്കിയതും ഇന്ന് നീ കരമുയർത്തിയതൊക്കെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിയോഗത്തിൻ്റെ പട്ടികയിൽ എഴുതി വയ്ക്കും നിന്റെ പേര്. ആ 5 സ്ത്രീകളുടെ വംശാവലിയിൽ പേര് വന്നെങ്കിൽ, പൗലോസ് പല കാരാഗ്രഹത്തിൽ കിടന്ന് പല സഭകൾക്കും കുറിപ്പുകൾ എഴുതി, അതിന്ന് എൻ്റെ കയ്യിൽ നിയോഗത്തിൻ്റെ ലേഖനങ്ങളായി മാറി. എങ്കിൽ ഇന്ന് നീ തകർന്നവനായി ഇതിനകത്ത് ഇരുന്ന് ആരാധിക്കുമ്പോൾ ഒന്ന് ഞാൻ വിളിച്ചു പറയുക, കാലഘട്ടത്തിൻ്റെ ചില പട്ടികയിൽ, ഉണർവിൻ്റെ പട്ടികയിൽ നിന്റെ പേരും വരാൻ പോകുകയാ. മനുഷ്യൻ നിന്നെ കണ്ടില്ലേലും സ്വർഗം നിന്റെ പേർ എഴുതി ചേർക്കാൻ പോകുകയാണ്. രാഹാബ് എന്ന് പറയുന്ന വേശ്യയെ ദൈവം എഴുതി ചേർത്തെങ്കിൽ നിന്നെയും ദൈവം ആ പട്ടികയിൽ കാണുകയാണ്. കരമടിക്കാമെങ്കിൽ ശക്തിയോടെ. നിങ്ങൾക്കറിയാമോ, സാധാരണ ഒരു കുടുംബത്തിൽ സാധാരണ ഒരു സ്ത്രീയായി വളർന്ന മറിയ ദൈവ നിയോഗത്താൽ ദൂതനുമായി കൂട്ടിമുട്ടുകയാണ്. ഇന്നൊന്നും എനിക്കറിയാം, ഈ അവസാന മിനിറ്റിൽ ദൈവ നിയോഗത്തിൽ നീ ചിലവരുമായി കൂട്ടിമുട്ടും. ദൈവ നിയോഗത്തിൽ ചിലരുമായി നീ കണക്റ്റ് ആകും. അത് നിന്റെ വഴിത്തിരിവാന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ആരാധിക്കുക. വന്നത് വെറുതെ ആകത്തില്ല. ഈ മിനിറ്റുകൾ നിന്നെ വിളിച്ചവൻ നിങ്ങൾ നോക്കിയേ. ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് വരിക. പിതാവ് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് അതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ പിതാവ് അതരം തുറന്ന് വിളിച്ചു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൂതൻ മറിയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ വരും.
അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേളിലിടും എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ആഴം നിന്റെ മേളിലേക്ക് വരാൻ പോകുകയാണ്. അവിടെ നിന്റെ മേളിൽ ഒരു സമർപ്പണമുണ്ടെങ്കിൽ, അവിടെ നിന്റെ മേളിൽ ഒരു അനുസരണമുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഇതാ ലോകം കണ്ട വലിയ നിയോഗം നിന്നിലൂടെ പുറത്തു വരാൻ പോകുകയാണ്. ലോകം കണ്ട സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയ നിയോഗം നിന്നിലൂടെ വരാൻ പോകുകയാണ്. മറിയം 38-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ദൂത, ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറണം. ഇന്ന് ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം പ്രിയരെ, ഹല്ലേലൂയ, വലിയ പാരമ്പര്യ സഭകൾ കാണത്തില്ല, വലിയ ഹല്ലേലൂയ ആർഭാടങ്ങൾ കാണത്തില്ല. പക്ഷേ ഈ കൂട്ടായ്മയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തെ നിർണയിക്കാൻ കഴിയുന്ന ഉണർവ് ഈ അടൂരിൽ എഴുന്നേൽക്കുമെന്ന് കരമടിക്കാമെങ്കിൽ ശക്തിയോട് മനഘടക ശബ്ദാരപാര സതേനിയാന്തേരിയ ചെറിയ ചെറിയ തുടക്കങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നെനിക്കറിയാം, നിയോഗം ശക്തിയോടെ എഴുന്നേറ്റ് കരമടിക്കാമെങ്കിൽ ശക്തിയോടെ ഒന്ന് ചലിപ്പിച്ചേ. ഞാൻ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനു മുമ്പേ ഞാൻ ചിലരോട് ആത്മാവിൽ വിളിച്ചു പറഞ്ഞോട്ടെ, ഈ വചനം അനുസരിക്കുന്ന ആരും നശിച്ചു പോയതായി ഞാൻ കണ്ടിട്ടില്ല. വചനം അനുസരിച്ച് ആരും തകർന്നു പോയതായി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, തകർന്ന ഉടഞ്ഞ ഒഴിഞ്ഞ പടകിനെ ഈ വചനം നിവർത്തീകരണത്തിലേക്കും ഹല്ലേലൂയ കവിഞ്ഞൊഴുക്കിലേക്കും നിറവിലേക്കും കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്നവരെ, വചനം യേശുവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യോഹന്നാൻ പറയും, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതാ ആ വചനം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗന്നേശരത്ത് തടാക തീരത്തിൽ ഒഴിഞ്ഞൊരു പടകിനെ ലക്ഷ്യമാക്കി വരികയാണ്. അവിടെ പത്രോസ് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ നിങ്ങളോട് പറയാം, അനുസരണം യാഗത്തെക്കാൾ വലുതാണ്. ഈ വചനത്തെ നീ അനുസരിക്കുമെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ 20 വർഷം കാണാത്ത ഒരു സമാധാനത്തിൻ്റെ തല്ലിക്കയറ്റം നിന്റെ വീട്ടിനകത്ത് കയറാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഇരുട് കളഞ്ഞ നിന്റെ ജീവിതത്തിൽ വെളിച്ചം തെള്ളിക്കയറാൻ പോകുകയാ. അർത്ഥശൂന്യമായ നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ പോകുകയാ. ഓ ഓ ഓ ആ പടക് പിന്നെ ശൂന്യമല്ലായിരുന്നു. ആ പടകിൻ്റെ അനുഗ്രഹം അടുത്തുള്ളവരും കൂടെ അറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മയായ മറിയ പറയുക, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് യേശു പറയുന്ന, അവൻ്റെ വചനം കേട്ടനുസരിക്കുന്ന ആ കരം ഉയർത്തണം. എന്നെ കേൾക്കുന്നവർ, ഇരിക്കുന്ന ഇരിപ്പിൽ വചനമനുസരിച്ചാൽ നിനക്ക് വിടുതൽ വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനമനുസരണമാണ് നിന്റെ ജീവിതത്തിൽ നിവർത്തീകരണത്തിലേക്ക് വരുന്നത്. മറിയ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിച്ചോ. യേശു പറഞ്ഞു, ആ കൽപാത്രങ്ങളിൽ വക്കോളം നിറപ്പിൽ. തെല്ലിയ നിന്നെ അവൻ നിറയ്ക്കാൻ പോകുന്ന പകലാണത്. ഓ, ഒഴിഞ്ഞ നിന്റെ പടകിനെ നിറയ്ക്കാൻ പോകുന്ന പകലാണത്. ഹല്ലേലൂയ. എത്ര പേരൊന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നന്ദി പറയും. 1 ശമൂവേൽ 2:30 പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഓ ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതിന്റെ അർത്ഥം, വചനത്തെ മാനിച്ചാൽ നീ മാനിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവരുടെ കരങ്ങളത് ഉയർത്തിപ്പിടിക്കണം. ഒരുപക്ഷെ ഒരു സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം നിങ്ങൾ വന്നത്. ഒരുപക്ഷെ ഒരു കടബാധ്യത മാറാനായിരിക്കാം നിങ്ങൾ വന്നത്. ഒരു ചെറിയ വിടുതലിന് വേണ്ടി വന്നെങ്കിൽ ഇന്ന് നീ ആഴത്തിൽ ഒന്നുകൂടെ അവനെ അറിയുകയാണ്. അറിയുമ്പോൾ അവൻ്റെ വചനത്തിൽ പറയണം, അടിയനിതാ, നിന്റെ വചനം പോലെ എൻ്റെ മേളിൽ ഭവിക്കണം. നിന്റെ വചനം പോലെ എൻ്റെ കുടുംബത്തിൽ നടക്കണം. നിന്റെ വചനം പോലെ എൻ്റെ മേളിൽ വരണം. ഞാൻ പറഞ്ഞോട്ടെ പ്രിയരെ, അവസാന വാക്യം ഞാൻ വിളിച്ചു വായിക്കാൻ പോകുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5:17 വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം
ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ, ഒന്ന് ഉറക്കെ വായിച്ച എല്ലാവരും കേൾക്കണം. കൃപയുടെയും, ഒന്നുകൂടെ വായിച്ചേ. ഏകന്റെ ലംഘനത്താൽ ആ മരണം ഭൂമിയിൽ വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. വീഴുവെന്നല്ല, വാഴും. യേശുവേ എന്ന് നീ വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിന്റെ വീഴ്ചകൾക്ക് ഫുൾ സ്റ്റോപ്പുകൾ വീഴുകയാണ്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്റെ കടബാധ്യതകൾക്ക് കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എന്നെ കേൾക്കുന്നവരെ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു മരണം മാറി ഒരു നിത്യജീവൻ നിന്റെ മുന്നിലേക്ക് കയറുകയാണ്. നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് കയറാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നത് രക്ഷിതാവായി സ്വീകരിച്ചവൻ ദൈവരാജ്യത്തിൽ എൻട്രി ചെയ്യപ്പെടുകയാണ്. അവൻ നിത്യജീവന്റെ അനുഭവങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്നവരെ, അടുത്തുള്ള വീട്ടിലുള്ളവർക്കുള്ള പ്രശ്നം നിനക്ക് വന്നിട്ടും നീ ആത്മഹത്യ ചെയ്യാത്തത്. ഹല്ലേലൂയ. അപ്പുറത്തുള്ളവരുടെ ആക്സിഡന്റ് നിന്റെ വീട്ടിൽ വന്നിട്ടും നിനക്കൊന്നും സംഭവിക്കാത്തത്. കാരണം നിത്യജീവൻ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. പിശാചിന്റെ അനുഭവങ്ങളല്ല നിന്റെ കുടുംബത്തിൽ. നീതിമാന്റെ കുടുംബത്തിൽ, നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ആർപ്പിന്റെയും ഘോഷമാണ്. എങ്കിൽ ആ ഇരിപ്പിൽ എത്ര പേർ കണ്ണുകളൊന്ന് അടയ്ക്കും? ഞാൻ ഈ വെളിച്ചത്തിൻ്റെ അവകാശത്തിലേക്ക് കയറുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ സമയത്ത് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആര് ദൈവവചനത്തിൻ്റെ മുമ്പിൽ അനുസരിക്കുമോ അവിടെ പിതാവ് വിളിച്ചു പറയും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. ഇന്ന് അവനെ മാനിക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യമാണ് നിൽക്കുന്നത്. അവനെ ഹല്ലേലൂയ ഉയർത്താൻ പറ്റുന്ന ഒരു അനുഭവമാണ് നിനക്കും എനിക്കും ദാനമായി നൽകിയിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദാതാവിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കാൻ പോകുന്ന സമയമാണ്.